ഹായ് ഫ്രണ്ട്സ്, ഐപ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ KW റീഡർ പരീക്ഷ കഴിഞ്ഞില്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. പൊതുവേ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അത്യാവശ്യം നിലവാരം പുലർത്തിയ പരീക്ഷ തന്നെയായിരുന്നു. എങ്കിലും മുൻപ് പ്ലംബർ ട്രേഡ് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങളും ഈ ചോദ്യ പേപ്പറിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാൽ നമുക്ക് പല ചോദ്യങ്ങൾ അതേപടി ഈ ചോദ്യ പേപ്പറിൽ കാണാം. അതേസമയം തന്നെ പുതിയ ചില ചോദ്യങ്ങളും ഇതുവരെ നമ്മൾ കാണാത്ത ചില ചോദ്യങ്ങളും ഈ പേപ്പറിലുണ്ട്. അപ്പോൾ അത്യാവശ്യം നിലവാരം പുലർത്തിയിരുന്നു. എങ്കിലും പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ കൂടി തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് കോഡ് ഡി, ക്വസ്റ്റ്യൻ കോഡ് ഡിയുടെ ആൻസർ കീ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഐപ്ലസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ടെന്റേറ്റീവ് ആൻസർ കീ ആണ്. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. പ്രൊവിഷണൽ ആൻസർ കീ എപ്പോഴും ഫൈനൽ കീ വരുമ്പോഴും മാറ്റങ്ങളാകാം. എങ്കിലും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, SWG പൈപ്സ് ഗ്ലേസിംഗ് ടെൽസാസ്, അതായത് സ്റ്റാൻഡേർഡ് വയർ ഗേജ് പൈപ്പുകളുടെ കേസിൽ ഗ്ലേസിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് സിമ്പിൾ ആണ്, സ്മൂത്ത്നെസ് കിട്ടുക, അതായത് ഗെറ്റ് സ്മൂത്ത് ഇൻസൈഡ് ദ പൈപ്സ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളതെല്ലാം തെറ്റായിട്ടുള്ള ഉത്തരവാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. രണ്ടാമത് ചോദ്യം, വിച്ച് പൈപ്പ് ഫിറ്റിംഗ്സ് ആർ യൂസ്ഡ് ഫോർ ക്ലോസിംഗ് എ പൈപ്പ് ലൈൻ വിച്ച് ഹാസ് ആൻ ഇന്റേണൽ ത്രെഡിങ്, അതായത് പൈപ്പ് ലൈനിൽ ഇന്റേണൽ ത്രെഡ് ഉള്ള പൈപ്പ് ലൈനിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പ് ഫിറ്റിംഗ് ഏത് എന്നുള്ളതാണ് ചോദ്യം. അവിടെ പ്ലഗ് ആണ് ആൻസർ. ക്യാപ്പ് തെറ്റിപ്പോരുത്. ക്യാപ്പ് എന്തിനാണ്? ക്യാപ്പ് പൈപ്പ് ലൈനിൽ എക്സ്റ്റേണൽ ത്രെഡിങ് ഉണ്ടായിരുന്നെങ്കിൽ ക്യാപ്പ് നമ്മൾ യൂസ് ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്റേണൽ ത്രെഡ് ഉള്ള പൈപ്പിനെ പ്ലഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മൂന്നാമത് ചോദ്യം, വാട്ട് ഈസ് IS കോഡ് ഓഫ് സ്പൺ അയൺ പൈപ്സ്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ എ IS 1536 ആൻസർ വരാം. ഓപ്ഷൻ ഡി IS 3989 ആൻസർ ആയിട്ട് വരാം. കാരണം രണ്ടും IS കോഡിൽ പറയുന്നുണ്ട്. സെൻട്രിഫ്യൂഗലി കാസ്റ്റഡ് സ്പൺ പൈപ്സ് ആണ് ഇത് രണ്ടും. പ്രഷർ പൈപ്സ് ഫോർ വാട്ടർ, ഗ്യാസ് ആൻഡ് സീവേജ് ആണ് 1536 പ്രകാരം പറയുന്നത്. സ്പിഗട്ട് ആൻഡ് സോക്കറ്റ്, വേസ്റ്റ് ആൻഡ് വെന്റിലേറ്റിംഗ് പൈപ്സ് ഒക്കെ തന്നെയാണ് IS 3989. രണ്ടും സ്പൺ പൈപ്പുകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പൊ രണ്ട് ആൻസർ അതിനകത്ത് വരുന്നുണ്ട്. നാലാമത് ചോദ്യം, വാട്ട് ജോയിന്റ് ടു ബി യൂസ്ഡ് ഫോർ PPR പൈപ്സ്? പോളിപ്രൊപ്പിലിൻ റാൻഡം കോ പോളിമർ പൈപ്സ്. അപ്പൊ ഇതിനകത്ത് എന്ത് ജോയിന്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ജോയിന്റുകളുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. പോളി ഫ്യൂഷൻ വെൽഡിംഗ് ജോയിന്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് പൈപ്പ് ജോയിന്റ് ക്യാൻ ബി ഡിസ്മാൻഡിൽഡ് ആൻഡ് അഗെയിൻ അസംബിൾഡ്? പെട്ടെന്ന് തന്നെ ഡിസ്മാൻഡിൽ ചെയ്യുകയും അസംബിൾ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന പൈപ്പ് ജോയിന്റ് ഏതാണെന്നുള്ളതാണ്. ഫ്ലാൻജ് ജോയിന്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആറാമത്തെ ചോദ്യം സിമ്പിൾ ആണ്. ഒരു ABC ഓഫ് ഫസ്റ്റ് എയ്ഡിൽ A സ്റ്റാൻഡ് ഫോർ എയർവേ, B സ്റ്റാൻഡ് ഫോർ ബ്രീത്തിങ് ആൻഡ് C സ്റ്റാൻഡ് ഫോർ സർക്കുലേഷൻ. C സ്റ്റാൻഡ് ഫോർ സർക്കുലേഷൻ. ഏഴാമത്തെ ചോദ്യം, ദി ആക്യുറസി ഓഫ് മെഷർമെന്റ് ബൈ ട്രൈ സ്ക്വയർ. ട്രൈ സ്ക്വയറിന്റെ ആക്യുറസി എത്ര നമ്മൾ പഠിക്കുന്നതാണ്. ഓപ്ഷൻ എ 0.002 mm to 10 mm എന്നുള്ളതാണ്. 0.002 to 10 എന്നുള്ളതാണ് കറക്റ്റ് വാല്യൂ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എട്ടാം ചോദ്യം, ഷിപ്പിംഗ് ഓപ്പറേഷൻ ക്ലിയറൻസ് ഈസ് വെരി ലോ, റൈറ്റ് ആംഗിൾ ഈസ് മോർ, വാട്ട് വിൽ ബി ഡൺ? അതായത് ഷിപ്പിംഗ് ചെയ്യുമ്പോൾ ക്ലിയറൻസ് ആംഗിൾ വളരെ കുറവാണെങ്കിൽ, റൈറ്റ് ആംഗിൾ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഷിപ്പിംഗ് ഈസി ആവോ? ആവില്ല. ഷിപ്പിംഗ് ആക്യുറേറ്റ് ആവോ? ആവില്ല. എന്താ സംഭവിക്കുക? ചിസൽ സ്ലിപ്പ് ആയി. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അതൊരു ഡിസൈഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല ആ പറഞ്ഞിരിക്കുന്നത്. ഒമ്പതാമത് ചോദ്യം, നെയിം ദി ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ദ ഡയമീറ്റർ ഓഫ് എ ഹോൾ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇൻസൈഡ് മൈക്രോമീറ്റർ. ഇൻസൈഡ് മൈക്രോമീറ്റർ. പത്താമത് ചോദ്യം, when the taper shank of the drill is larger than the machine spindle, the device to the drill use this. അതായത് ടേപ്പർ ഷാങ്ക്, ഡ്രില്ലിന്റെ ഷാങ്ക് മെഷീൻ സ്പിന്നിനേക്കാളും വലുതാണെങ്കിൽ എന്താണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി, ടേപ്പർ സോക്കറ്റ്സ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുക. വിച്ച് ടൂൾ ഷുഡ് ബി യൂസ് ടു ക്ലീൻ ജോസ് ഓഫ് പൈപ്പ് റഞ്ച്? അപ്പൊ പൈപ്പ് റഞ്ച് നമ്മുടെ സിലബസിൽ നേരിട്ട് പറയുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ ഈ ചോദ്യ പേപ്പറിൽ വന്നിട്ടുണ്ട്. പൈപ്പ് റഞ്ചിന്റെ ജോസ് ക്ലീൻ ചെയ്യാനായിട്ട് ഏത് ടൂളാണ്? ട്രയാങ്കുലർ ഫയൽ ആണ്. ട്രയാങ്കുലർ ഷേപ്പ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. പൈപ്പ് റഞ്ചിന്റെ പൈപ്പ് റഞ്ച് യൂസ് ഫോർ പൈപ്സ് ഓഫ് ഡയമീറ്റർ. ഏത് ഡയമീറ്റർ ഉള്ള പൈപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് പൈപ്പ് റഞ്ച് യൂസ് ചെയ്യുന്നത്? ഏത് റേഞ്ചിലുള്ള പൈപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് പൈപ്പ് റഞ്ച് യൂസ് ചെയ്യുന്നുള്ളതാണ് അടുത്ത ചോദ്യം. 15 mm to 150 mm എന്നുള്ളതാണ് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 13ാമത് ചോദ്യം, വൈ ഈസ് റാച്ചറ്റ് സ്റ്റോപ്പ് പ്രൊവൈഡഡ് ടു ദ സ്പിൻഡിൽ ഓഫ് ആൻ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ? അപ്പൊ ഈ നമ്മുടെ മൈക്രോമീറ്ററിലെ റാച്ചറ്റ് സ്റ്റോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നതാണ്? അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ചിലർ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ ഓപ്ഷൻ ബി ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് വരിക. പ്രിവെന്റ് എക്സസ് പ്രഷർ, അതായത് ഒരു യൂണിഫോം പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റാച്ചറ്റ് സ്റ്റോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രിവെന്റ് എക്സസ് പ്രഷർ എന്ന് അവിടെ ആൻസർ വരുന്നത്. വേണമെങ്കിൽ പ്രൊവൈഡ് പ്രിസിഷൻ മെഷർമെന്റ് എന്നും പറയാം, പക്ഷെ കുറച്ച് ആക്യുറേറ്റ് എക്സസ് പ്രഷർ ഒഴിവാക്കുക എന്നുള്ളതാണ്. 14ാമത് ചോദ്യം, വാട്ട് ഈസ് ദ റിമൂവിംഗ് സ്മോൾ ക്വാണ്ടിറ്റി എക്സസ് മെറ്റീരിയൽ ഫ്രം ജോബ് ബൈ? ഫയലിന്റെ കേസിൽ ചെറിയ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന പരിപാടിയെ നമ്മൾ ഫയലിംഗ് എന്ന് പറയും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സ്പെല്ലിംഗ് തെറ്റായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. 15ാമത് ചോദ്യം, ദ ബോട്ടം സർഫസ് ജോയിനിങ് ദ ടു സൈഡ്സ് ഓഫ് അഡ്ജസ്റ്റന്റ് ത്രെഡ്സ്. അതായത് അഡ്ജസ്റ്റന്റ് ത്രെഡുകളുടെ ബോട്ടം സർഫസിനെ നമ്മൾ വിളിക്കുന്ന, ആ ജോയിൻ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റൂട്ട്. അല്ലെ, റൂട്ട്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 16ാമത് ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റൽ ഹാസ് എബിലിറ്റി ടു ചേഞ്ച് ഇറ്റ് ഷേപ്പ് വിത്തൗട്ട് ഡിസ്ട്രക്ഷൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്? അത്
വിത്തൗട്ട് ഡിസ്ട്രക്ഷൻ ഉണ്ടാവാതെ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സാഹചര്യത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയെ പ്ലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ പറയുക. മറ്റേതൊക്കെ മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണെങ്കിലും പ്ലാസ്റ്റിസിറ്റിയാണ്. എക്സാക്ട്ലി ഈ ഒരു ഡെഫിനിഷൻ ചേരുന്നത് ഉത്തരം പ്ലാസ്റ്റിസിറ്റി ആണ്. 17ാമത് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ പ്യുവർ സ്റ്റേറ്റ് ഇൻ നേച്ചർ? നേച്ചറിൽ പ്യുവർ സ്റ്റേറ്റിൽ കാണുന്ന ലെഡ് ആണോ, ടിൻ ആണോ, കോപ്പർ ആണോ, ഗോൾഡ്? അപ്പൊ നമുക്ക് ഗോൾഡ് ആണ് ഇതിനകത്ത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, 18ാമത് ചോദ്യത്തിലേക്ക് പോയാൽ ഗണത്തിൽ ഈസ് ആൻ അലോയ് ഓഫ്, നമുക്കറിയാം ഗണത്തിൽ എന്തിന്റെ അലോയാണ്? കോപ്പർ, ടിന്ന്, സിങ്ക്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. The use of AC pipes can lead to health problems because of presence of. എന്തുകൊണ്ടാണ് AC pipes യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണോ വന്നത്? ആസ്പെറ്റോസ്, ആസ്പെറ്റോസ് സിമെന്റ് പൈപ്പ് തന്നെയാണ് AC pipes അറിയപ്പെടുന്നത്. സോ ആസ്പെറ്റോസ് ഹെൽത്തിന് ഒരുപാട് ഇഷ്യൂ ഉണ്ടാക്കും. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 20ാമത് ചോദ്യം, വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഹെം പാക്കിംഗ് ഇൻ പൈപ്പ് ജോയിന്റ്? ഹെം പാക്കിംഗ് എപ്പോഴും പൈപ്പ് ജോയിന്റിൽ കൊടുക്കുന്നത് വാട്ടർ ടൈറ്റ് ജോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. റെഫറൻസ് ടു വാട്ടർ സ്റ്റോറേജ് ESR സ്റ്റാൻഡ്സ് ഫോർ. ESR എന്റെ പറയുന്നു എലിവേറ്റഡ് സ്റ്റോറേജ് റിസർവോയർ. എലിവേറ്റഡ് സ്റ്റോറേജ് റിസർവോയർ. എന്തായാലും ഒരു എലിവേറ്റഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയാം എലിവേറ്റഡ് സ്റ്റോറേജ് റിസർവോയർ എന്നുള്ള ബി. 22ാമത് ചോദ്യം, സമ്പ് ഈസ് കൺസ്ട്രക്റ്റഡ് അറ്റ് ദ. സമ്പ് എവിടെയാണ് വാട്ടർ സമ്പ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ബിലോ ദ ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ടിന് അണ്ടർലായിട്ടാണ്. സോ ബിലോ ദ ഗ്രൗണ്ട് ആണ്. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ് ആൻസർ. 23ാമത് ചോദ്യം, വിച്ച് ലൊക്കേഷൻ ഓഫ് ദ ബൂസ്റ്റർ പമ്പ് സർഫി? ബൂസ്റ്റർ പമ്പ് എവിടെ യൂസ് ചെയ്യുന്നത്? പ്രഷർ കുറവുള്ളത് അല്ലെ. ഓപ്ഷൻ ബി, വേർ പ്രഷർ ഈസ് ലോ. 24ാമത് ചോദ്യം, ഡിഫ്യൂസർ ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ആർ ദോസ് സെൻട്രിഫ്യൂഗൽ പമ്പ്സ് വിച്ച് ഹാവ്. ഇതിന് നമ്മൾ ഡിഫ്യൂസർ ടൈപ്പ് സെൻട്രിഫ്യൂഗൽ പമ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ടർബൈൻ ടൈപ്പ് ഓഫ് കേസിംഗ് എന്നുള്ളതാണ്. ടർബൈൻ ടൈപ്പ് ഓഫ് കേസിംഗ്. 25ാമത് ചോദ്യം, ആക്സിയൽ ഫ്ലോ സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ. ആക്സിയൽ ഫ്ലോ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പ്രത്യേകത എന്താണ്? ഹൈ ഫ്ലോ ഉണ്ടാവും, ലോ പ്രഷർ ആയിരിക്കും. അത് അറിയാതിരിക്കുന്നതാണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ദെൻ വാട്ട് ഇസ് ദ സൈസ് ഓഫ് വേസ്റ്റ് ഫിറ്റിംഗ് ഫോർ സിങ്ക്? സിങ്കിന്റെ വേസ്റ്റ് ഫിറ്റിംഗിന്റെ സൈസ് എത്രയാണെന്നുള്ളതാണ് 26ാമത് ചോദ്യം. ശരിക്കും നിമി പ്രകാരം 40 mm ആണ് വരുന്നത്. വേണമെങ്കിൽ അതിനോട് അടുത്ത വാല്യൂ ഒരു പക്ഷേ ഒരു 50 mm ആൻസർ ആയിട്ട് കൊടുത്തേക്കാം. 27ാമത് ചോദ്യം, വിച്ച് വാൽവ് ഫിക്സഡ് ടു പ്രിവെന്റ് വാട്ടർ ഹാമർ ഇൻ പമ്പ്? വാട്ടർ ഹാമർ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏത് വാൽവാണ് യൂസ് ചെയ്യുന്നത്? നോൺ റിട്ടേൺ വാൽവ് അല്ലെ, അല്ലെങ്കിൽ ചെക്ക് വാൽവ് എന്നൊക്കെ നമ്മൾ പറയും. നോൺ റിട്ടേൺ വാൽവ് ആണ് ആൻസർ. ഓപ്ഷൻ ബി. 28ാമത് ചോദ്യം, കപ്പാസിറ്റി ഓഫ് ഹൈ ലെവൽ ഫ്ലഷിംഗ് സിസ്റ്റം. ഹൈ ലെവൽ ഫ്ലഷിംഗ് സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി ഡയറക്റ്റ് ആയിട്ട് നിമിയിൽ പറയുന്നില്ല, പക്ഷേ IS കോഡൊക്കെ പ്രകാരം 10 ലിറ്റർ നമുക്ക് പറയാം. ഓപ്ഷൻ ഡി. 29ാമത് ചോദ്യം, ഹൗ മച്ച് പ്രഷർ ദ പില്ലർ ടാപ്സ് ക്യാൻ? പില്ലർ ടാപ്പ് എത്ര പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം? 20 കിലോഗ്രാം പെർ സ്ക്വയർ സെന്റിമീറ്റർ. 20 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ എ. 30ാമത് ചോദ്യം, വാട്ട് ഷുഡ് ബി ഡൺ ഇഫ് വാട്ടർ ഈസ് റണ്ണിംഗ് കണ്ടിന്യൂസ്ലി വിത്ത് ബോൾ ഇൻ ഫ്ലഷ് വാൽവ്? അപ്പൊ എന്ത് തകരാറാണ് സംഭവിക്കുന്നത്? ഫ്ലഷ് വാൽവിൽ വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ അത് വാഷർ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ചെക്ക് വാൽവിന്റെ മറ്റൊരു പേരാണ് സിമ്പിൾ. ചെക്ക് വാൽവിന്റെ മറ്റൊരു പേര് എന്താണ്? റിഫ്ലക്സ് വാൽവ്. ഓപ്ഷൻ സി, റിഫ്ലക്സ് വാൽവ്. വാട്ടർ ക്ലോസറ്റ് ഔട്ട്ലെറ്റ് ഡയമെൻഷൻ ഈസ്. വാട്ടർ ക്ലോസറ്റിന്റെ ഔട്ട്ലെറ്റ് ഡയമെൻഷൻ കോഡൊക്കെ പ്രകാരം 100 mm ആണ്. ഓപ്ഷൻ സി. ഓപ്ഷൻ ബി 100 mm. ട്രാപ്സ് ആർ യൂസ് ടു പ്രിവെന്റ് ദ പാസേജ് ഓഫ്. എന്തിനാണ് ട്രാപ്പ് യൂസ് ചെയ്യുന്നത്? എയർ അല്ലെ, എയർ. ഓപ്ഷൻ ബി, എയർ ആണ് കറക്റ്റ് ആൻസർ. ഐഡന്റിഫൈ ദ ഫോളോയിങ് സിമ്പിൾ. ഇതൊരു പ്ലംബിംഗ് സിമ്പിൾ ആണ്. നമ്മൾ പ്ലംബിംഗ് സിമ്പിൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് പ്രകാരം ഡയറക്റ്റ് ആയിട്ട് ഈ സിമ്പിൾ വരുന്നില്ല, പക്ഷെ ഇതേപോലെ ഒരു സിമ്പിൾ നമുക്ക് കാണാം. ചെക്ക് വാൽവിന്റെ കേസിൽ കാണാം അല്ലെ. അപ്പൊ ഇത് തന്നിട്ടുള്ളത് ഓപ്ഷൻ സി, സ്വിംഗ് ചെക്ക് വാൽവിന്റെ സിമ്പിൾ ആണ്. സ്വിംഗ് ചെക്ക് വാൽവ് ഈസ് ദ കറക്റ്റ് ആൻസർ. 35ാമത് ചോദ്യം, വാട്ട് ഇസ് ദ സൈസ് ഓഫ് ഓവർഫ്ലോ പൈപ്പിംഗ് ഫ്ലഷിംഗ് സിസ്റ്റം? ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 20 mm. ഓപ്ഷൻ ബി, 20 mm ആണ് കറക്റ്റ് ആൻസർ. 36ാമത് ചോദ്യം, വാട്ട് ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ കേസ് ഓഫ് റിക്വയർമെന്റ്സ് ഹോൾസം വാട്ടർ? എന്താണ് ഈ ഹോൾസം വാട്ടർ എന്ന് പറഞ്ഞാൽ? വേറൊന്നുമില്ല, നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടറിനെയാണ് ഹോൾസം വാട്ടർ എന്ന് നമ്മൾ പറയുക. അപ്പോൾ അതിന്റെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ തന്നെയാണ്. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ബാക്ടീരിയ വിച്ച് മേ കോസ് ഡിസീസ്. അപ്പൊ ബാക്ടീരിയ, ഡിസീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 37ാമത് ചോദ്യം, ടിൻഡോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കെല്ലാം അറിയാം, കളർ കണ്ടുപിടിക്കാൻ. സോ ഓപ്ഷൻ ബി, to measure the quantity of color in water. 38ാമത് ചോദ്യം, which process is used for removing the impurity of dissolved gases, taste and odors in water? അപ്പോൾ ഡിസോൾഡ് ഗ്യാസുകളുടെ ടേസ്റ്റുകൾ, ഓർഡർ ഒക്കെ മാറ്റാനായിട്ട് നമ്മൾ ആക്ച്വലി പറഞ്ഞിരിക്കുന്നതിൽ വെച്ചിട്ട് സ്ക്രീനിങ്ങോ ഫിൽട്രേഷനോ സെഡിമെന്റേഷനോ വിത്ത് കോയാഗുലേഷനോ അല്ല, എയറേഷൻ ആൻഡ് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്കത് എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് കണ്ടെത്താവുന്ന ആൻസർ ആണ്. 1 to 2, 19ാമത് ചോദ്യം, 1 to 2 ppm BOD റിസൾട്ട്സ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. 1 മുതൽ 2 വരെയാണ് BOD-യുടെ ppm എങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അത് സേഫ് ആയിട്ടുള്ള വാട്ടർ തന്നെയാണ് അല്ലെ. ഓപ്ഷൻ എ, വെരി ക്ലീൻ വാട്ടർ ലിറ്റിൽ ഓർഗാനിക് ഡീകെ എന്നുള്ളത് തന്നെയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. 40ാമത് ചോദ്യം, വാട്ട് ഷുഡ് ബി ഡൺ ടു റിമൂവ് ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് ലൈക്ക് ഡെഡ് ആനിമൽസ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സ്ക്രീനിങ് പോലുള്ള
സ്ക്രീനിങ് ഉപയോഗിച്ചാണ് നമ്മൾ വലിയ ഡിസീസുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. 41ാമത് ചോദ്യം, ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾ ലിവിംഗ് തിങ്സ് ഈസ് കോൾഡ്. അപ്പോൾ ഡിസ്ഇൻഫെക്ഷൻ വഴിയാണ് അതിനകത്ത് എല്ലാ ബാക്ടീരിയകളെയും അതിന്റെ ഡിസ്ട്രക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 42ാമത് ചോദ്യം, വിച്ച് പൈപ്പ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഗൂസ് നെക്ക് ഇൻ ഹൗസ് കണക്ഷൻ. അപ്പൊ ഹൗസ് കണക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് ഗൂസ് നെക്ക് ലെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ലെഡ് വെച്ചിട്ട്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 43ാമത് ചോദ്യം, വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓൾഡ് പൈപ്പ് ലൈൻ. ഓൾഡ് പൈപ്പ് ലൈൻസ് നമ്മൾ സ്മോക്ക് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി സ്മോക്ക് ടെസ്റ്റ്. വാട്ട് ഇസ് ദ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ റൊട്ടേഷണൽ മോൾഡഡ് പോളിത്തീൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. ഇപ്പോൾ പോളിത്തീൻ വാട്ടർ സ്റ്റോറേജ് ടാങ്കിന്റെ റൊട്ടേഷണൽ മോൾഡഡ് പോളിത്തീൻ വാട്ടർ സ്റ്റോറേജ് ടാങ്കിന്റെ IS കോഡാണ് IS 12701. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 45ാമത് ചോദ്യം, ദി ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഡൊമസ്റ്റിക് വാട്ടർ മീറ്റർ. ഡൊമസ്റ്റിക് വാട്ടർ മീറ്ററിന്റെ ഇൻസ്റ്റലേഷൻ മെയിൻ്റെനൻസ് പറയുന്ന ഒരു IS കോഡാണ് IS 6748. IS 6748. IS 779 ഉണ്ട്, 6748 ഉണ്ട്. 46ാമത് ചോദ്യം, ദ പമ്പ് വിച്ച് ഈസ് നോട്ട് എ കൈനറ്റിക് എനർജി പമ്പ്. കൈനറ്റിക് എനർജി പമ്പ് അല്ലാത്ത ഈ കൂട്ടത്തിലെ റോട്ടറി പമ്പാണ്. ഓപ്ഷൻ ബി. വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്. സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ഡി. ഇമ്പൾസ് പമ്പ് ഈസ് ഓൾസോ നോൺ ആസ്. 48ാമത് ചോദ്യം, ഹൈഡ്രോളിക് റാം. ഹൈഡ്രോളിക് റാം ഒരു ഇമ്പൾസ് പമ്പാണ്. 49ാമത് ചോദ്യം, വിച്ച് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ടൗൺസ് ഗ്രോയിങ് ഇറഗുലർലി. ഇറഗുലർലി ഉള്ള ടൗൺസിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് ട്രീ സിസ്റ്റം. ഓപ്ഷൻ ബി ട്രീ സിസ്റ്റം. 50ാമത് ചോദ്യം, ദ പമ്പ് അറ്റാച്ച് വിത്ത് ഇമ്പലർ ആൻഡ് പമ്പ്. ഇമ്പലറും പമ്പും എല്ലാം കൂടെ ഒരുമിച്ചുള്ള കമ്പോണന്റിനെയാണ് മോണോ ബ്ലോക്ക് പമ്പ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി മോണോ ബ്ലോക്ക് പമ്പ്. 51ാമത് ചോദ്യം, ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻസ്പെക്ഷൻ ചേംബർ ആൻഡ് ഗള്ളി ട്രാപ്പ് ചേംബർ ഷുഡ് നോട്ട് എക്സീഡ് 6 മീറ്റർ. ഓപ്ഷൻ എ 6 മീറ്റർ. അതിൽ നമ്മുടെ കോഡിൽ അത് പറയുന്നുണ്ട്. 52ാമത് ചോദ്യം, മിനിമം ഇന്റേണൽ ഡയമീറ്റർ ഓഫ് ആക്സസ് ഷാഫ്റ്റ് ഓഫ് മാൻഹോൾ ആർ 50 × 50 സെന്റിമീറ്റർ നമുക്ക് പറയാം. 52 ഓപ്ഷൻ സി. സെൽഫ് ക്ലീനിങ് വെലോസിറ്റി ഓഫ് 60 സെന്റിമീറ്റർ ഡയമീറ്റർ സീവേജ് പൈപ്പ്. സെൽഫ് ക്ലീനിങ് വെലോസിറ്റി എത്ര വരുന്നത്? 0.75 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സീപ്പേജ് പിറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. സീപ്പേജ് പിറ്റിന്റെ മറ്റൊരു പേര്. 54ാമത് ചോദ്യം, സോക്ക് പിറ്റ്. ഓപ്ഷൻ ഡി സോക്ക് പിറ്റ്. 55ാമത് ചോദ്യം, ഡയമീറ്റർ ഓഫ് മെയിൻ വെന്റിലേറ്റിംഗ് പൈപ്പ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. അപ്പൊ മെയിൻ വെന്റിലേറ്റിംഗ് പൈപ്പിന്റെ കേസിൽ 50 mm ആണ് ആൻസർ വരുന്നത്. മിനിമം ഡയമീറ്റർ 50 mm ആണ്. ബ്രാഞ്ചിലൊക്കെ ആണെങ്കിലാണ് 32 mm വരിക. 56ാമത് ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് റിവറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫാബ്രിക്കേഷൻ വർക്ക് ഓഫ് ഷീറ്റ് മെറ്റൽ വർക്ക്. അത് ഫ്ലാറ്റ് ഹെഡ് അല്ലെങ്കിൽ ടിൻമൈൻസ് റിവറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഫാബ്രിക്കേഷൻ വർക്കിന് ഫ്ലാറ്റ് ഹെഡ് റിവറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. 57ാമത് ചോദ്യം, ഡാഷ് നെറ്റ് ഈസ് യൂസ്ഡ് ഫ്രീക്വന്റ് അഡ്ജസ്റ്റ്മെന്റ് നീഡഡ്. ഇതേ ചോദ്യം ഇതേ ഓപ്ഷൻസ് പലതവണ ബേസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഉത്തരങ്ങൾ മാറ്റി മാറ്റി കൊടുത്തിട്ടുണ്ട്. തം നെറ്റ് അല്ലെങ്കിൽ തം നെറ്റിന്റെ വേറൊരു പേര് നേൾഡ് നെറ്റ്. ഓപ്ഷൻ എ ഓപ്ഷൻ സി ആണ് നമ്മുടെ കൺഫ്യൂഷൻ. രണ്ടും ആൻസർ വരാം. ഒന്നുകിൽ നേൾഡ് നെറ്റ് അല്ലെങ്കിൽ തം നെറ്റ് എന്ന് ഓപ്ഷൻ എ വരാം, അല്ലെങ്കിൽ ഓപ്ഷൻ സിയും ആൻസർ ആയിട്ട് വരാം. രണ്ട് കറക്റ്റ് ആണ്. 58ാമത് ചോദ്യം, ഡാഷ് ടൂൾ ഈസ് യൂസ് ടു പ്രിവെന്റ് ദ ഡാമേജ് ഓഫ് ഹെഡ് ആൻഡ് ഷേപ്പ് ഓഫ് ദ റിവറ്റ്. ഏത് ടൂളാണ്? വളരെ കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിൽ പറയുന്നത് ഡോളി. ഡോളി ടൂൾ ഈസ് യൂസ് ടു പ്രിവെന്റ് ദ ഡാമേജ് ഓഫ് ഹെഡ് ആൻഡ് ഷേപ്പ് ഓഫ് റിവറ്റ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് ടൈപ്പ് ഓഫ് വാഷർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോക്കിംഗ് ദ നട്ട്സ് വിച്ച് ആർ ലൊക്കേറ്റഡ് നിയർ ആൻഡ് എഡ്ജ് ഓർ കോർണർ. എഡ്ജിലോ കോർണറിലോ ഉള്ള നട്ടുകൾ അത് റിമൂവ് ചെയ്യാൻ നമ്മൾ ടാബ് വാഷറാണ് യൂസ് ചെയ്യുന്നത്. ലോക്ക് ചെയ്യാൻ ടാബ് വാഷറാണ് യൂസ് ചെയ്യുന്നത്. 60ാമത് ചോദ്യം, വാട്ട് ഇസ് ദ ഹോൾ ഡയമീറ്റർ ഓഫ് 5 mm റിവറ്റ്. അത് കറക്റ്റ് ആയിട്ട് അതിനകത്ത് പറയുന്നില്ലെങ്കിൽ നമുക്ക് 5.2 mm എന്നാണ് അതിന്റെ യൂഷ്വൽ ആയിട്ടൊരു വാല്യൂ വരിക. 61ാമത് ചോദ്യം, ഡാഷ് ഈസ് യൂസ്ഡ് ആസ് ഫ്ലക്സ് മെയിൻലി ഫോർ സോൾഡറിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോസ്ഫറിക് ആസിഡ് ആണ്. ഓപ്ഷൻ ഡി ഫോസ്ഫോറിക് ആസിഡ്. 62ാമത് ചോദ്യം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് സോൾഡറിംഗ് ആയി അതിന്റെ കോപ്പർ ബിറ്റ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. കോഴ്സ് സോൾഡറിലെ ടിൻ ആൻഡ് ലെഡ് റേഷ്യോ എന്താണെന്നാണ് 63ാമത് ചോദ്യം. വാട്ട് ഈസ് ദ റേഷ്യോ ടിൻ ആൻഡ് ലെഡ് ഇൻ കോഴ്സ് സോൾഡർ? ഏതാണ് കറക്റ്റ് ആൻസർ? 40:60 എന്നുള്ളതാണ്. അവിടെ തിരിഞ്ഞു പോലെ 60-40 അല്ല, ടിന്ന് 40 ലെഡ് 60 ആയിരുന്നു കോഴ്സ് സോൾഡറിന്റെ കേസിൽ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. 64ാമത് ചോദ്യം, ഇൻ ബ്രേസിംഗ് ഫില്ലർ മെറ്റീരിയൽ ഈസ് നോൺ ആസ്. ഫില്ലർ മെറ്റീരിയലിനെ ബ്രേസിംഗിൽ സ്പെൽറ്റർ എന്ന് പറയില്ല. സ്പെൽറ്റർ. ഓപ്ഷൻ എ സ്പെൽറ്റർ ഈസ് ദ കറക്റ്റ് ആൻസർ. 65ാമത് ചോദ്യം, വിച്ച് നട്ട് ഈസ് യൂസ്ഡ് ഇൻ കോച്ച് ബിൽഡിംഗ്. കോച്ച് ബിൽഡിംഗിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ നട്ടാണ് യൂസ് ചെയ്യുക. ഓപ്ഷൻ സി സ്ക്വയർ നട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ. ദ നമ്പർ ഓഫ് പൈപ്സ് പ്രൊവൈഡഡ് ഇൻ 2 pipe സിസ്റ്റം. സിമ്പിൾ ആണല്ലേ? 2 pipe സിസ്റ്റത്തിൽ 2 പൈപ്പാണ് ഉള്ളത്, അല്ലെ 4 പൈപ്പ് ഉണ്ട്. ഓപ്ഷൻ സി 4 ഈസ് ദ കറക്റ്റ് ആൻസർ. 67ാമത് ചോദ്യം, വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ക്ലാരിഫൈ ദ ഒബ്സ്ട്രക്ഷൻസ് ഓഫ് ഹൗസ് ഡ്രെയിനേജ് പൈപ്പ് ലൈൻ. അത് ഹൈഡ്രോസ്റ്റാറ്റിക് ടെസ്റ്റും സ്മോക്ക് ടെസ്റ്റും വരുന്നുണ്ട് അതിന്റെ ആൻസർ ആയിട്ട്. സ്മോക്ക് ടെസ്റ്റ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയാം. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 68ാമത് ചോദ്യം, എ സെപ്റ്റിക് ടാങ്ക് ഈസ് യൂസ് ടു ട്രീറ്റ്. എന്താണ് സെപ്റ്റിക് ടാങ്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡൊമസ്റ്റിക് സീവേജ് അതിന് വേണ്ടിയിട്ടാണ് സെപ്റ്റിക് ടാങ്ക് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 69ാമത് ചോദ്യം, ദ സ്മോൾ മേസണറി ചേംബർ വിച്ച് ഈസ് കൺസ്ട്രക്ടഡ് ബിലോ ദ സ്ട്രീറ്റ് ഇൻലെറ്റ് ടു പ്രിവെന്റ് ദ ഫ്ലോ ഓഫ് ഗ്രിറ്റ് സാൻഡ് എക്സെട്ര ഇസ് കോൾഡ്. അതിനെ നമ്മൾ ക്യാച്ച് ബേസിൻ എന്ന് പറയുക. ക്യാച്ച് ബേസിൻ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. പർപ്പസ് ഓഫ് മാൻഹോൾ എന്താണ്? മാൻഹോളിന്റെ പർപ്പസ്. 70ാമത്തെ ചോദ്യം,
inspection and maintenance. So option C is the correct answer. Cold water connection is given to the dash side of the mixer tap, right side of the mixer tap. അതാണ് നമ്മൾ ഹീറ്റിംഗ് സിസ്റ്റമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. കോൾഡ് വാട്ടർ കണക്ഷൻ റൈറ്റ് സൈഡിലാണ് കൊടുക്കുക. 72ാമത് ചോദ്യം, ഇൻഡയറക്റ്റ് സോളാർ ഹീറ്റിംഗ് സിസ്റ്റംസ് യൂസ് എ ഹീറ്റ് എക്സ്ചേഞ്ചർ ദാറ്റ് സെപ്പറേറ്റ്സ് ദ പോർട്ടബിൾ വാട്ടർ ഫ്രം ദ ഫ്ലൂയിഡ് നോൺ ആസ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് സർക്കുലേറ്റ്സ് ത്രൂ ദ കളക്ടർ. അതിനെ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് എന്നാ പറയുക ആ ഒരു ഫ്ലൂയിഡിന്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 73ാമത് ചോദ്യം, റൂഫ് ടോപ്പ് വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇൻവോൾവ്സ് taking down a PVC or MS pipe of 100 to 150 mm dia pipe from the roof's outlet to the ground floor. അപ്പൊ അത് ഓപ്ഷൻ ബി 100 to 150 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 74ാമത് ചോദ്യം, ഡാഷ് ടൈപ്പ് ഓഫ് സോളാർ വാട്ടർ ഹീറ്റ് സിസ്റ്റംസ് ഈസ് കോസ്റ്റ്ലെസ് ആൻഡ് ഹാവ് എക്സ്ട്രീംലി ലോ ഓർ നോ മെയിൻ്റെനൻസ്. പാസീവ് സോളാർ വാട്ടർ ഹീറ്റ് സിസ്റ്റത്തിനാണ് കോസ്റ്റ്ലെസ് ആണ്, വളരെ കുറച്ച് മെയിൻ്റെനൻസ് വരുന്നത്. 75 വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ബൈ തെർമോമീറ്റർ. ഓപ്ഷൻ എ തെർമോമീറ്റർ. 76ാമത് ചോദ്യം, വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ക്ലബ് ഹാമർ ഹാൻഡിൽ? ഓപ്ഷൻ ബി 225 mm എന്നുള്ളതാണ് ക്ലബ് ഹാമർ ഹാൻഡിലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 225 mm ആണ്. 76ാമത് ചോദ്യത്തിന്റെ ആൻസർ 225 mm എന്നാണ് വരിക. 77ാമത് ചോദ്യം, വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഹോക്ക്? എന്താണ് ഹോക്ക് എന്ന് പറയുന്നത്? നമ്മളെ പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന ആ ഒരു കമ്പോണന്റ് ആണ്, ഹോക്ക് എന്ന് പറയുക. പ്ലാസ്റ്ററിംഗ് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ടു ക്യാരി മോട്ടാർ എന്നും വേണമെങ്കിൽ പറയാം. പ്ലാസ്റ്ററിംഗ് ആണ് മെയിൻ ഫംഗ്ഷൻ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 78ാമത് ചോദ്യം, വിച്ച് ബ്രിക്ക് ഈസ് യൂസ്ഡ് ഫോർ ഓർണമെന്റൽ വർക്ക്സ്? അപ്പോൾ ഓർണമെന്റൽ വർക്ക്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്ക് ആണ് സാൻഡ് ലൈൻ ബ്രിക്ക്. ഓപ്ഷൻ ഡി സാൻഡ് ലൈൻ ബ്രിക്ക് ആണ് കറക്റ്റ്. 79ാമത് ചോദ്യം, ആഫ്റ്റർ 2 years ഓഫ് സ്റ്റോറേജ് ദ സ്ട്രെങ്ത് ഓഫ് സിമെന്റ് ഈസ് 48% മാറും. ഓപ്ഷൻ ബി 48%. 80ാമത് ചോദ്യം, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ഈസ് മോർ ദാൻ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും 2 മേൽ 2.7. ഇവിടെ തന്നിട്ടുള്ളതിൽ അക്യുറേറ്റ് ആൻസർ 2.7 ആണ്. ഓപ്ഷൻ എ. 81ാമത് ചോദ്യം, വാട്ട് ഇസ് ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്നുള്ളതാണ് 81ാമത് ചോദ്യമായിട്ട് വരുന്നത്. ഇതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി, നോട്ട് ലെസ് ദാൻ 105 kg/cm² എന്നാണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് 81ാമത് ചോദ്യത്തിന്റെ ആൻസർ. 82ാമത് ചോദ്യം, ക്യൂറിംഗ് ഷാൽ ബി സ്റ്റാർട്ടഡ് ഡാഷ് ആഫ്റ്റർ ഫിനിഷിംഗ് ദ പ്ലാസ്റ്ററിംഗ്. ശരിക്കും ആൻസർ വരുന്നത് 12 to 24 hours എന്നാണ്. ഇവിടുത്തെ ഓപ്ഷൻ എ 24 hours എന്ന് പറയാം. 83ാമത് ചോദ്യം, ഷോർട്ടർ ലെങ്ത് വിത്ത് 1 and flattened to enter the wall joints is called. അതിനെ നമ്മൾ ഫുട്ട് ലോഗ് എന്നാ പറയാ, ഫുട്ട് ലോഗ്. 84ാമത് ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് സ്കഫോൾഡിംഗ് ഈസ് കോൾഡ് മേസൺ സ്കഫോൾഡിംഗ്? ഓപ്ഷൻ എ ഇൻഡിപെൻഡന്റ് സ്കഫോൾഡിങ്ങിനെയാണ് നമ്മൾ മേസൺ സ്കഫോൾഡിംഗ് പറയുക. 85ാമത് ചോദ്യം, വിച്ച് ക്ലാസ് ലൈം ഈസ് യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ പർപ്പസ്? ഓപ്ഷൻ എ ക്ലാസ് ലൈം. എ ക്ലാസ് ലൈം ആണ് സ്ട്രക്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 86ാമത് ചോദ്യം, വിച്ച് ജോയിന്റ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ ജോയിന്റ്? ഓപ്ഷൻ എ മെക്കാനിക്കൽ ജോയിന്റിനെയാണ് യൂണിവേഴ്സൽ ജോയിന്റ്. മെക്കാനിക്കൽ ജോയിന്റ്. ഓപ്ഷൻ എ മെക്കാനിക്കൽ ജോയിന്റ്. 87ാമത് ഇവിടെ നമുക്ക് പറയുന്നത് ശരിക്കും കോളർ ജോയിന്റ്, ഫ്ലെക്സിബിൾ ജോയിന്റ്, ഈ പറഞ്ഞ മെക്കാനിക് ജോയിന്റ് ഒന്നും യൂണിവേഴ്സൽ ജോയിന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. മെക്കാനിക്കൽ ജോയിന്റ് എന്ന് തന്നിട്ടുള്ള ഓപ്ഷനിൽ കൂടുതൽ ചേരുന്നത് മെക്കാനിക്കൽ ജോയിന്റ് ആണ് എന്ന് നമുക്ക് പറയാം. 87ാമത് ചോദ്യം, വിച്ച് ജോയിന്റ് ഈസ് യൂസ്ഡ് അറ്റ് സച്ച് പ്ലേസസ് വെയർ പൈപ്സ് കോൺട്രാക്ട് ഡ്യൂ ടു ചേഞ്ച് ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കാരണം പൈപ്പുകൾ കോൺട്രാക്ട് ചെയ്യുന്ന ആ ജോയിന്റുകളെ നമ്മൾ എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയും. ഓപ്ഷൻ സി അവിടെയാണ് യൂസ് ചെയ്യുന്നത്, എക്സ്പാൻഷൻ ജോയിന്റ് ആണ്. ദെൻ 88ാമത് ചോദ്യം, ദ വിഡ്ത്ത് ഓഫ് ദ ട്രെഞ്ച് ഷാൽ ബി ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് പ്ലസ്. അതായത് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് പൈപ്പിനേക്കാളും എത്ര കൂടുതൽ വിഡ്ത്ത് എടുക്കണം നമ്മൾ ട്രെഞ്ചിന്റെ വിഡ്ത്ത് ആക്കണം എന്ന് ചോദിച്ചാൽ 30 cm നമുക്കൊരു ഏകദേശം ആൻസർ പറയാൻ സാധിക്കും. ചില സ്ഥലത്ത് 10 to 20 cm കാണാറുണ്ട്. 89ാമത് ചോദ്യം, വിച്ച് പൈപ്പ് ഈസ് എസെൻഷ്യൽ യൂസ്ഡ് ഫോർ ക്യാരി അമോണിയ? അമോണിയ ക്യാരി ചെയ്യാനുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള പൈപ്പ് സ്റ്റീൽ പൈപ്പ്. ഓപ്ഷൻ എ സ്റ്റീൽ പൈപ്പ്. 90ാമത് ചോദ്യം, വാട്ട് ഇസ് ദ സെന്റർ ടു സെന്റർ സ്പേസിംഗ് വൈൽ ഫിക്സിംഗ് ദ സൈറ്റ് റെയിൽ? സൈറ്റ് റെയിൽ വെക്കുമ്പോൾ സെന്റർ ടു സെന്റർ സ്പേസിംഗ് എത്രയാണ്? 7.5 മീറ്റർ. ഓപ്ഷൻ സി 7.5 മീറ്റർ. 91ാമത് ചോദ്യം, വൈൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സോൾഡറിംഗ് വാട്ട് ഈസ് യൂസ്ഡ് ആസ് ഫ്ലക്സ്? ഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സോൾഡറിംഗിന്റെ കേസിൽ? ഓപ്ഷൻ എ ഫോസ്ഫോറിക് ആസിഡ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഫോസ്ഫോറിക് ആസിഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 92ാമത് ചോദ്യം, റൂട്ട്സ് ഓഫ് ട്രീസ് വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് ഡാഷ് centimeter from the pipe side are also to be removed or killed while excavating for pipe laying. ഇത് കറക്റ്റ് ആയിട്ട് കോഡിൽ പറയുന്നുണ്ട്. 50 സെന്റിമീറ്റർ ആ പൈപ്പ് നമ്മൾ പൈപ്പ് ലേയിങ്ങിന് വേണ്ടിയിട്ട് എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ 50 സെന്റിമീറ്റർ ദൂരെങ്കിലും നിൽക്കുന്ന മിനിമം അത്രയെങ്കിലും അതിനുള്ളിൽ നിൽക്കുന്ന ട്രീസ് നമ്മൾ മാറ്റണം എന്നുള്ളതാണ്, റൂട്ട്സ് മാറ്റണം എന്നുള്ളതാണ്. 93ാമത് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഗ്രൗണ്ട് വാട്ടർ ടേബിൾ റൈസസ്, salinity reduces,
അവോയ്ഡിങ് ഫ്ലഡിങ്, മൂന്നും കറക്റ്റ് ആണ്. സോ ഓൾ ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി, ഓൾ ആർ കറക്റ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. 94ാമത് ചോദ്യം, ഇൻ എ ഡാഷ് സോളർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം, എന്ത് സോളർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിലാണ് സ്റ്റോറേജ് ടാങ്ക് ഹൊറിസോണ്ടലി ആയിട്ട് മൗണ്ട് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി അബോവ് ദ സോളർ കളക്ടേഴ്സ്? ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിലാണ് അത്തരത്തിൽ മൗണ്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. 95ാമത് ചോദ്യം, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ. എത്രയാണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ? നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ 4.12 എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ആൻസർ 1 ആണ്. ഇത് അത് യൂണിറ്റ് വേറെയാണ് നമുക്ക് വരുന്നത്, യൂഷ്വലി ഉള്ള യൂണിറ്റ് അല്ല. സോ ഇവിടെ ആൻസർ നമ്മളതും ഈ പറഞ്ഞ കലോറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ് ശരിക്കും. അതിന്റെ യൂണിറ്റ് കലോറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് എന്നാണ് വരുന്നത്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. 96ാമത് ചോദ്യം, റേഡിയേഷൻ പൈറോമീറ്റേഴ്സ് ആർ യൂസ് ടു മെഷർ ടെമ്പറേച്ചേഴ്സ് ഓഫ് റെഡ് ഹോട്ട് മെറ്റൽസ് അപ് ടു ഡാഷ് ഡിഗ്രി സെൽഷ്യസ്. അതായത് റേഡിയേഷൻ പൈറോമീറ്റർ എപ്പോഴും വലിയ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. 3000 ആണ് നമ്മളത് അതിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. 97ാമത് ചോദ്യം, വിച്ച് ജോയിന്റ് ഈസ് മോസ്റ്റ്ലി യൂസ് ഫോർ ടെമ്പററി പൈപ്പ് ലൈൻ? ഫ്ലാഞ്ച് ജോയിന്റ് ആണ് ടെമ്പററി പൈപ്പ് ലൈൻ യൂസ് ചെയ്യുക. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 98ാമത് ചോദ്യം, എ ഫിറ്റിംഗ് വിത്ത് ഇന്റേണൽ പ്രസ് ഈസ് യൂസ് ടു കണക്ട് ടു പൈപ്സ് വിത്ത് ഡിഫറെന്റ് ഡയമീറ്റർ വിത്തൗട്ട് എനി ഡയറക്ഷൻ ചേഞ്ച്. ഓപ്ഷൻ സി റെഡ്യൂസർ കപ്ലിംഗ് ആണ് അതിന്റെ ആൻസർ വരുന്നത്. 99ാമത് ചോദ്യം, പാർട്സ് ടു ബി ബ്രേസ് ആർ സബ്മർജ്ഡ് ഇൻ എ ബോൾട്ടൺ മെറ്റൽ ഓർ കെമിക്കൽ ബാത്ത് ഈസ് കോൾഡ്. അതിനെ നമ്മൾ ഡിപ്പ് ബ്രേസിംഗ് എന്നാണ് പറയുക. ദെൻ ലാസ്റ്റ് ചോദ്യം, 100ാമത് ചോദ്യം വരുന്നത്, ദ ഹീറ്റ് ഓഫ് ദ സൺ ട്രാവൽസ് ത്രൂ ദ സ്പേസ് ഈസ് എക്സ്റ്റേണൽ. സ്പേസിൽ കൂടെ ഹീറ്റ് പോകുന്നതിനെ നമ്മൾ റേഡിയേഷൻ ആണ് അതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, കണ്ടക്ഷനോ കൺവെക്ഷനോ അല്ല. സോ ഇത്രയാണ് ഇതിന്റെ ഒരു ടെന്റേറ്റീവ് ആൻസർക്കായി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങളുടെ കമന്റുകൾ എഴുതുക. ഫൈനൽ ആൻസർ കീഴിൽ അതുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ ഉണ്ടാകാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.